നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഹമാസിനെ ഏതു വിധേനയും തകർക്കുക എന്നതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. കഴിഞ്ഞ ദിവസം രാത്രിയിൽ നടന്ന ക്യാബിനറ്റ് മീറ്റിംഗിലും മന്ത്രിമാർക്ക് ചോദിക്കാനുണ്ടായിരുന്നതും ഇതായിരുന്നു. എപ്പോഴാണ് ഹമാസിനെയും അതിന്റെ നേതാക്കളെയും ഇല്ലാതാക്കുക എന്നതായിരുന്നു IDF മേധാവി ഹെർസി ഹലേവിയോട് മന്ത്രിമാർ ചോദിച്ചത് എന്ന് ചാനൽ 12 റിപ്പോർട്ട് ചെയ്യുന്നു. എപ്പോഴാണ് തങ്ങൾക്കൊരു വിജയം കാണാനാവുക എന്നതായിരുന്നു പല മന്ത്രിമാരും ചോദിച്ചത്. ബന്ദികളെ എത്രയും പെട്ടെന്ന് സ്വദേശത്തേക്ക് എത്തിക്കുക, ഹമാസ് കമാൻഡർമാരെ ഇല്ലാതെയാക്കുക എന്നതാണ് വിജയം എന്നതുകൊണ്ട് മന്ത്രിമാർ ഉദ്ദേശിച്ചത്. എന്നാൽ കമാൻഡർമാരെ വകവരുത്താൻ സമയമെടുക്കും എന്നായിരുന്നു ഹലേവിയുടെ മറുപടി. ഒസാമ ബിൻലാദിന്റെ തലയെടുക്കാൻ 10 വർഷം വേണ്ടി വന്നു. ഹമാസിന്റെ കാര്യത്തിലും കുറച്ച് സമയമെടുക്കും. നന്നായി ജോലി ചെയ്യുന്ന കഴിവുള്ളവർ നമുക്കുണ്ട്, ഹലേവി കൂട്ടിച്ചേർത്തു. ഹമാസിനെ നശിപ്പിക്കാൻ 10 വർഷം എടുക്കുമോ എന്ന മന്ത്രി യാരിവ് ലെനിൻ ചോദിച്ചു. വിജയം കാണാൻ ആരുണ്ടാകുമെന്നായിരുന്നു ഗതാഗത മന്ത്രി മിറി റെഗ്വേയിന്റെ സംശയം. തിങ്കളാഴ്ച രാത്രി നടന്ന യോഗത്തിൽ നിരവധി മന്ത്രിമാർ IDFനെയും യുദ്ധത്തിന്റെ ഗതിയെയും വിമർശിച്ചു. പ്രതിരോധ മന്ത്രി യോവ് ഗാലറ്റ് മന്ത്രിമാരുടെ നിരുത്തരവാദപരമായ സമീപനത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. അതേസമയം തെക്കൻ ഗസയിൽ നടന്ന പോരാട്ടത്തിൽ ഒരു ഇസ്രായേൽ സൈനികൻ കൂടി കൊല്ലപ്പെട്ടതായി IDF അറിയിച്ചു. ഇതോടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം 133 ഉയരുകയാണ്. ഇതേ ചോദ്യം തന്നെയാണ് ഇസ്രായേൽ ജനതയും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതെയാക്കി ആ ഒരു വിജയം കാണാൻ ഞങ്ങളിൽ ആരാണ് ഇനി ജീവനോടെ ഉണ്ടാകുക? ഞങ്ങളുടെ മരണത്തിന് മുൻപെങ്കിലും നമുക്ക് ആ വാർത്ത കേൾക്കേണ്ടതുണ്ട്. ഞങ്ങളെ കേൾപ്പിക്കില്ലേ IDF എന്നാണ് IDFനോട് ചോദിക്കുന്ന ചോദ്യം. വലിയ തോതിൽ തന്നെയാണ് പല ചോദ്യങ്ങളും ഉയർന്നു വരുന്നത്. പല മന്ത്രിമാരും പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ IDFൽ വലിയൊരു തോതിലുള്ള വിശ്വാസം എല്ലാവർക്കും ഉണ്ടായിരുന്നുവെങ്കിലും ദിവസം ചെല്ലും തോറും അവരുടെ തന്നെ സൈനികർ തന്നെ നഷ്ടപ്പെടുന്ന ഒരു ഘട്ടം ഉണ്ടാകുമ്പോൾ IDFലുള്ള വിശ്വാസം പലർക്കും കുറഞ്ഞു വരുന്നു എന്നാണ് വ്യക്തമാകുന്നത്.